നമസ്കാരം. ന്യൂസിന്റെ വാരാന്ത്യ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്നു തങ്ങളുടെ കായിക ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിന് ഒരു ഇൻഡോർ സ്റ്റേഡിയം വേണമെന്നത്. ഈ ആവശ്യത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കുളത്തൂപ്പുഴയിൽ 16 ഏക്കർ എന്ന ഭാഗത്ത് ആരംഭിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥ കണ്ടാൽ മറ്റൊരു രവീന്ദ്രൻ സ്മാരകമായി ഇതും മാറുമോ എന്ന സംശയത്തിലാണ് കുളത്തൂപ്പുഴയിലെ കായിക പ്രേമികളും പൊതുജനങ്ങളും. അടച്ചുപൂട്ടപ്പെട്ട സൗധങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരെണ്ണം കൂടി കുളത്തൂപ്പുഴയ്ക്ക് സ്വന്തമാകുമോ? 3 കോടിയോളം രൂപ മുടക്കി കുളത്തൂപ്പുഴയിലെ കായിക പ്രേമികൾക്കായി തുടക്കം കുറിച്ച ഈ സ്ഥാപനം എന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് തങ്ങൾക്കായി തുറന്നു കിട്ടുമെന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കായിക പ്രേമികൾ. ആരാണ് ഇതിന് കാരണക്കാർ? എവിടെയാണ് പിഴവ് സംഭവിച്ചത്? കരാറുകാരൻ പണി നിർത്തിവെക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? കൃത്യമായി നിർമ്മാണം പൂർത്തീകരിക്കാതെ ഉദ്ഘാടന തീയതി വരെ നിശ്ചയിച്ചത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒടുവിൽ നമ്മളുടെ പോയിന്റിലേക്ക് തന്നെ എത്തേണ്ടതായി വരും. ഇവിടെ ഇങ്ങനെയാണ് ബായി. ഇത് കുളത്തൂപ്പുഴയുടെ മാത്രം പ്രത്യേകതയാണ്. കുളത്തൂപ്പുഴയിൽ കായിക പ്രേമികൾ ഇല്ലാഞ്ഞിട്ടാണോ, അതോ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കായിക പരിശീലനം കുളത്തൂപ്പുഴയിൽ നടക്കാഞ്ഞിട്ടാണോ ഞങ്ങൾ കുളത്തൂപ്പുഴക്കാരോട് മാത്രം ഇങ്ങനെ ഒരു അവഗണന? നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം എന്താണെന്ന് നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാമിൻ്റെ വാക്കുകളിലേക്ക്. കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. ഈ സമിതി അധികാരത്തിലെത്തിയതിന് ശേഷം അതിൻ്റെ ചുറ്റോട് ചുറ്റ് അതിന് ഷീറ്റടിച്ച് മറയ്ക്കുന്ന നടപടി ക്രമങ്ങളാണ് ആരംഭിച്ചത്. പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ആ നിർമ്മാണം ആരംഭിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പ്രവർത്തനം അതിൻ്റെ തറ ലെവൽ ചെയ്ത് അതിനെ ശാസ്ത്രീയമായിട്ട് ഉള്ള നിലയിലേക്ക് അത് പണിയാനുള്ള ഒരു ഘട്ടമാണ് ഇനി ഉള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള പണിയുടെ ആവശ്യത്തിലേക്കായിട്ട് 40 ലക്ഷം രൂപയുടെ ബില്ല് പഞ്ചായത്തിൽ സമർപ്പിക്കുകയും പഞ്ചായത്ത് അത് പരിശോധിച്ച് MLA ഫണ്ടിൽ നിന്നുമാണ് 1 കോടി രൂപ ഈ പദ്ധതിക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തിന് 2 കോടിയും അതുപോലെ MLA ഫണ്ടിൽ നിന്ന് 1 കോടി ഉൾപ്പെടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ MLA ഫണ്ടിൽ നിന്നുള്ള പണം ഇതുവരെയും നമുക്ക് അനുവദിച്ച് കിട്ടിയില്ല. ഇനിയും MLA ഫണ്ടാണ് കിട്ടാനുള്ളത്. ഇനി വളരെ കുറച്ച് പണം മാത്രമേ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നുള്ള, ബാക്കിയൊക്കെ എക്സ്പെൻഡിച്ചർ ആയതാണ്. അപ്പോൾ MLA ഫണ്ടിന് വേണ്ടിയിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വേഗം അതിന് ഫണ്ട് അനുവദിച്ച് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടിയാൽ ഉടൻ തന്നെ കോൺട്രാക്ടറുമായിട്ട് വീണ്ടും സംസാരിച്ചിരുന്നു. അയാളുടെ കരാർ കാലാവധി 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. കരാർ കാലാവധി 5-ാം മാസം അവസാനിച്ചതാണ്. അപ്പോൾ അതൊന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ വെച്ചിട്ടുണ്ട്. അപേക്ഷ പരിഗണിച്ച് പഞ്ചായത്ത് കമ്മിറ്റി 3 മാസം കൂടെ കരാർ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റ് കാലതാമസമില്ലാതെ MLA ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുകയും വളരെ വേഗം തന്നെ, അതിനൊരു കൃത്യ ഒരു ഡേറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ 1-2 മാസം കൊണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സമിതിയുടെ അവസാന കാലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയി 15 ദിവസത്തെ പണി ഇവിടെ ഉണ്ടെങ്കിൽ പൂർത്തിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. പക്ഷേ അന്ന് യഥാർത്ഥത്തിൽ സ്ട്രക്ചറിൽ നിൽക്കുന്നവർ ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ അത് 15 ദിവസം കൊണ്ട് ആര് വിചാരിച്ചാലും പണി തീരുന്നതല്ല, 2 മാസം കൊണ്ട് വിചാരിച്ചാലും തീരുന്നതല്ല. അപ്പോൾ പണത്തെ സംബന്ധിച്ച് അന്ന് പേയ്മെൻറ്റിനെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. തനത് ഫണ്ട് യഥാർത്ഥത്തിൽ പദ്ധതിയിൽ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു പദ്ധതിക്കകത്ത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർദ്ദേശാനുസരണം ഗവൺമെൻറ് പ്രത്യേക മാർഗനിർദ്ദേശപ്രകാരം ആദ്യം പ്ലാൻ ഫണ്ട് ചിലവഴിക്കണം, അവസാനം മാത്രമേ തനത് ഫണ്ട് ചിലവഴിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിർദ്ദേശമുണ്ട്. അതിന് പല കാരണം കൊണ്ടും ഞാൻ ഈ അവസരത്തിൽ അത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ പണി തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി തനത് ഫണ്ട് പരമാവധി കൊടുത്തു കഴിഞ്ഞ് ഇനി വളരെ കുറച്ച് തുക മാത്രമേ കരുത്ത് കൊടുക്കാനുള്ളൂ. MLA ഫണ്ടാണ് ഇനി ഒട്ടും കിട്ടാത്തത്. ഇപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ
പുതിയ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വേഗം അത് കിട്ടും. പുതിയ MLA ആണ്, അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം സമയബന്ധിതമായി നടക്കുകയാണെങ്കിൽ വളരെ വേഗം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ്. മറ്റൊരു രവീന്ദ്രൻ സ്മാരകമായി ഇൻഡോർ സ്റ്റേഡിയം മാറാതിരിക്കട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ അടുത്തയാഴ്ച മറ്റൊരു സ്റ്റോറിയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കുളത്തൂപ്പുഴ.